അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നാം കഴിഞ്ഞ സൂറത്ത് യാസീൻ്റെ ക്ലാസ്സുകളിൽ ആദ്യത്തെ ക്ലാസ്സിൽ 1 മുതൽ 10 വരെയുള്ള ആയത്തുകളുടെയും രണ്ടാമത്തെ ക്ലാസ്സിൽ 10 മുതൽ 20 വരെയുള്ള ആയത്തുകളുടെയും നിയമങ്ങൾ നോക്കി. ഇന്ന് ഇൻഷാ അല്ലാഹ് 20 മുതൽ 30 വരെയുള്ള ആയത്തുകളുടെ നിയമങ്ങളാണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിനു മുമ്പ് ഒരുപാട് ക്ലാസ്സുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. കഴിവിൻ്റെ പരമാവധി മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മളെ ഓത്തിൽ കൊണ്ടുവരണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. വരുന്ന ക്ലാസ്സുകളിലായിട്ട് ആ സംശയങ്ങളൊക്കെ തീർക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. വമാ ലിയ ലാ അഅ്ബുദു അല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ. أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون. إني إذا لفي ضلال مبين. إني آمنت بربكم فاسمعون. قيل ادخل الجنة قال يا ليت قومي يعلمون. بما غفر لي ربي وجعلني من المكرمين. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. إن كانت إلا صيحة واحدة فإذا هم خامدون. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നിയമങ്ങളിലേക്ക് നോക്കാം. ഇവിടെ ഈ ആയത്തിൻ്റെ 21-ാമത്തെ ആയത്തിൻ്റെ തുടക്കത്തിൽ ഇത്തബിഉ, അവിടെ എന്തുകൊണ്ട് എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ അത് ഈന്ന് വായിക്കേണ്ട സ്ഥലങ്ങളുണ്ടാവും, ഊന്ന് വായിക്കേണ്ട സ്ഥലങ്ങളുണ്ടാവും, ചിലപ്പോൾ ആന്ന് വായിക്കേണ്ട സ്ഥലങ്ങളുണ്ടാവും. ഇത് മൂന്നും എങ്ങനെ വായിക്കുക എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ പറയും. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഇത്തബിഉ എന്ന് തന്നെ വായിക്കണം. നമ്മൾ അങ്ങനെ തന്നെയാണ് വായിക്കൽ. എന്നാലും ചിലപ്പോൾ അത് അത്തബിഉ എന്നൊക്കെ വായിക്കാനൊക്കെ സാധ്യതയുണ്ട്. ആന്ന് കഴിഞ്ഞ് ഊന്നും വേണമെങ്കിൽ വായിക്കാമല്ലോ. അവിടെ ഫത്തും കസറൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ അലിഫിൻ്റെ മുകളിൽ ഒരു ചെറിയ കുഞ്ഞ് സ്വാദാണുള്ളത്. അത് വസ്ലിൻ്റെ അംസയാണ് എന്ന് പറഞ്ഞാൽ അത് ചേർത്തി ഓതുമ്പോൾ ആ അംസ ഒഴിവാവുകയും നിർത്തി ഓതുമ്പോൾ അവിടെ നിർത്തിയിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് അതിന് മുമ്പുണ്ടല്ലോ, ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീന ഇത്തബിഉ. ഇവിടെ കൂട്ടി വായിച്ചപ്പോൾ ആ ഹംസയെ ഒഴിവാക്കി. അതാണ് വസ്ലിൻ്റെ ഹംസയാണ്. ചേർത്തി വായിക്കുമ്പോൾ ആ ഹംസ ഒഴിവാകും. നേരെ മറിച്ച് അവിടെ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, അവിടെ നമ്മൾ വഖഫ് ചെയ്തു. ഇനി ആ ഹംസയെ നമ്മൾ ഉച്ചരിക്കണം. ആ ഹംസ ഉച്ചരിക്കുമ്പോൾ അത് ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ നിന്നല്ല, ചിലപ്പോൾ നമ്മൾ ഈ ആയത്തിൻ്റെ ഇടയിലേക്ക് നിർത്തുമ്പോൾ വരുന്നത് ഈ വസ്ലിൻ്റെ ഹംസയുള്ള സ്ഥലമാണെങ്കിൽ അവിടെ നമ്മൾ ഇത്തബിഉ എന്ന് വായിക്കണം. ഈന്ന് വായിക്കേണ്ട സ്ഥലത്ത് ഈന്ന് വായിക്കണം, ആന്ന് വായിക്കേണ്ട സ്ഥലത്ത് ആന്ന് വായിക്കണം, ഊന്ന് വായിക്കേണ്ട സ്ഥലത്ത് ഊന്ന് വായിക്കണം. അപ്പോൾ അത് എങ്ങനെ വായിക്കാം എന്നുള്ളതാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സിൽ വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഇൻഷാ അല്ലാഹ് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. ഇവിടെ മല്ല
സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തൻവീൻ്റെ ശേഷം ലാമ് റാ വന്നാൽ എന്ത് ചെയ്യണം? അവിടെ മിറ മിൻ റാ എന്നുള്ളത് മിറ, ഇവിടെ മൻ ല എന്നുള്ളത്, അപ്പോൾ മല്ല. അവിടെ നൂനിനെ എന്ത് ചെയ്യുക? ആ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുക, പിന്നെ ഒന്നും ചെയ്യണം, നേരെ കൂട്ടി യോജിപ്പിച്ചാൽ മതി. മല്ല അങ്ങനെ വായിക്കുക. മല്ല യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. അജ്റൻ വഹും അടക്കം എന്ത് ചെയ്യണം? പിന്നെ ഇദ്ഗാം ചെയ്യണം. വമലിയ ലിയ ലാമിന് പിന്നെ കസർ, യാന് ഫത്ത്. അപ്പോൾ യാ ആണത് ഫത്ത്, യാന് പിന്നെ പുള്ളി ഇല്ലെങ്കിൽ ലിയ എന്ന് വായിക്കണം. വമലിയ ലാ അഅ്ബുദുല്ലദീ ലാ അഅ്ബുദു ലാ മദ് മുൻഫസിൽ ലാ അഅ്ബുദുല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ. ഇലൈഹി ആ ഹായിനെ നീട്ടാത്തതിൻ്റെ കാരണം എന്താ പറഞ്ഞത്? അതിന് മുമ്പ് തൊട്ട് മുമ്പുള്ള ഹായിൻ്റെ തൊട്ട് മുമ്പുള്ളതോ തൊട്ട് ശേഷമുള്ളതോ അക്ഷരത്തിന് സുക്കൂൻ ഉണ്ടെങ്കിൽ, രണ്ടാലൊരു സ്ഥലത്ത് സുക്കൂൻ ഉണ്ടെങ്കിൽ ഹായിനെ നീട്ടൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ നീട്ടാത്തതെന്ന് പറഞ്ഞു. ഇലൈഹി തുർജഊൻ. അഅത്തഖിദു മിൻ ദൂനിഹി ആലിഹതൻ ഇൻ യുരിദിനിർ റഹ്മാൻ. അഅത്തഖിദു മിൻ ദൂനിഹി അവിടെ എന്ത് ചെയ്യണം? മദ് മുൻഫസിൽ വരുന്നുണ്ട് അല്ലേ? ഹായിൻ്റെ ശേഷം ഹംസയാണ്, നീട്ടാനുള്ള അക്ഷരമാണ്. ആ ഹായിനെ എന്ത് ചെയ്യണം? നീട്ടണം. കാരണം എന്താണ്? തൊട്ട് മുമ്പുള്ളതും തൊട്ട് ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂനില്ല. പിന്നെ കൂടുതൽ നീട്ടാനുള്ള കാരണം എന്താണ്? പിന്നെ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ വന്നതുകൊണ്ട് എന്ത് ചെയ്യണം? അവിടെ കൂടുതൽ നീട്ടണം, മദ് മുൻഫസിൽ വരുന്നുണ്ട്. أأتخذ من دونه آلهة إن يردني الرحمن يردني الرحمن യുരി അവിടെ റാഇന് കസ്റ ചെയ്തിട്ടാണ്, പിന്നെ തർക്കീക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യണം? വായിക്കേണ്ടത്. യുരിദിനി റഹ്മാനു ബിളുറില്ല അവിടെ എന്ത് ചെയ്യണം? തർക്കീക്ക് ചെയ്യണം. അവിടെ പിന്നെ റാഇൻ്റെ ശേഷം തൻവീൻ്റെ ശേഷം ലാമ വന്ന് അപ്പം എന്ത് ചെയ്യണം? ഇദ്ഗാമും ബിലാഗുന്ന കൂട്ടി നേരെ കൂട്ടി യോജിപ്പിക്കുക. നൂനിനെ എന്ത് ചെയ്യണം? ചിലപ്പോൾ അറിയാതെ നീട്ടാൻ സാധ്യതയുണ്ട്, പിന്നെ നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. അത് നീളാൻ പാടില്ല. അവിടെ ചെറിയ നീട്ടണം. യാ ഉണ്ടല്ലോ നീട്ടാനല്ലേ, ചെറിയ നീട്ട്, സാധാരണ നീട്ടുന്നത് പോലെ നീട്ടുക. അന്നി ശഫാഅതുഹും ശൈഅൻ വലാ യുൻഖിദൂൻ. ഇവിടെ ശൈഅൻ വ ഇദ്ഗാം ബിഗുന്ന വലാ യുൻഖി നൂനിന്റെ ശേഷം ഖാഫ് ഒന്ന് ഇഖ്ഫാ ചെയ്യണം. ഇന്നി ഇദൻ ലഫീ ളലാലിൻ മുബീൻ. ഇന്നി മദ് അവിടെ മുൻഫസിൽ വരുന്നുണ്ട്. പിന്നെ അവിടെ എന്ത് ചെയ്യണം? പിന്നെ ആദ്യം മണിക്കണം, എന്നിട്ടാണ് നീട്ടേണ്ടത്. ഇന്നി ഇദല്ല ഫി ഇദല്ല തൻവീന് ശേഷം ലാമ വന്നത് അല്ലേ? അതിൻ്റെ ഇടയിൽ ഒരു അലിഫുണ്ട്. അലിഫ് ഉച്ചാരണത്തിൽ വരാത്തത് കൊണ്ട് അത് പിന്നെ പരിഗണിക്കപ്പെടുന്നതല്ല എന്ന് പറഞ്ഞു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു. ഇദല്ല ഫി ളലാലിൻ മുബീൻ. ആദ്യമായിട്ടാണ് ക്ലാസ് കേൾക്കുന്നവരെങ്കിൽ മുന്നേയുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കേട്ടാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ക്ലാസ്സുകളൊക്കെ മനസ്സിലാകും. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യില്ല, പിന്നെ വിശദീകരിച്ച് പറയില്ല. അപ്പോൾ അതുകൊണ്ട് മുന്നേയുള്ള ക്ലാസ്സുകൾ നിർബന്ധമായിട്ടും ഇഖ്ഫാ, ഇദ്ഹാർ ഇതൊക്കെ തുടങ്ങിയ പിന്നെ നിയമങ്ങളൊക്കെ പ്രത്യേകമായിട്ട് സുക്കൂനുള്ള നൂനിൻ്റെയും മീമിൻ്റെയും ശേഷമുള്ളതൊക്കെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പ്രത്യേകം പിന്നെ കേൾക്കേണ്ടതാണ്. ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ. അവിടെ മദ് മുൻഫസിൽ തന്നെ. ഇന്നി ആമന്തു ഇഖ്ഫാ ബിറബ്ബിക്കും ഫസ്മഊൻ. ഇപ്പോൾ ഇവിടെ ഈ ഓരോ ആയത്തിൻ്റെ അവസാനത്തിലൊക്കെ എന്തുണ്ട്? പിന്നെ 21-ാമത്തെ ആയത്തിൽ മുഹ്തദൂൻ, പിന്നെ തുർജഊൻ, അവിടെയൊക്കെ എന്ത് ചെയ്യണം? മദ് ആരിൽ വരുന്നുണ്ട്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. മദ് ആരിലാണ് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇവിടെയും ഫസ്മഊൻ ലാസ്റ്റത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ, ഇവിടെ അല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ അയിനെ നീട്ടിയല്ലോ, നീട്ടാനുള്ള അക്ഷരം വന്നു. ഇനി പിന്നെ ഫത്ത് വന്നാലും യാ വന്നാലും, അപ്പോൾ ലാസ്റ്റത്തെ അക്ഷരത്തിന് സുക്കൂനാണ് ചെയ്യുന്നതെങ്കിൽ, അല്ല വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ ചെയ്യണമല്ലോ. അപ്പോൾ സുക്കൂൻ വരുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ അവിടെ മദ് പിന്നെ പിന്നെ അക്ഷരത്തിന് എന്ത് ചെയ്യണം? ആ വാക്കിന് എന്ത് ചെയ്യണം? നീട്ടണം. ഫസ്മഊൻ മുബീൻ മദ് ആരിൽ വരും.
അവിടെ പിന്നെ അടുത്ത ആയത്ത് ഓതാണെങ്കിൽ ഖീലദ് ഖുലിൽ ജന്ന, ഖീലൻ്റെ അവിടെ നിർത്തുകയാണെങ്കിൽ അവിടെ നിർത്തേണ്ട ആവശ്യമില്ല, നിർത്തരുത്. പിന്നെ അഥവാ ഞാൻ നിർത്തുകയാണെങ്കിൽ എങ്ങനെ നിർത്തുക? ഖീൽ, ലാമിന് സുക്കൂൻ ചെയ്തു, എൻ്റെ തൊട്ട് മുമ്പുള്ളത് യാ ആണ്, യാ നീട്ടാനുള്ള യാ ആണ്. അപ്പോൾ അത് ചെയ്യണം, അപ്പോൾ അവിടെ നീട്ടണം. ഖീൽ അല്ലേ, ഖീലദ്. അപ്പോൾ അതിൻ്റെ പിന്നെ അടിയിൽ ഒരു അലിഫുണ്ടല്ലോ, ആ അലിഫ് എന്താണ്? വസലിൻ്റെ ഹംസയാണ്. ചേർത്തി ഓതുമ്പോൾ അത് ഉച്ചാരണത്തിൽ വരില്ല, അതിനെ ഒഴിവാക്കിയിട്ട് വേണം ഓതാൻ. അപ്പോൾ ഖീലദ് ഖുലിൽ ജന്നത ഖാല യാ ലൈത ഖൗമി യഅലമൂൻ. ഖാൽ, അവിടെ നിർത്തണമെങ്കിൽ എങ്ങനെ നിർത്താം? ഖാൽ. എന്താ കാരണം? ലാമിന് സുക്കൂൻ ചെയ്ത് തൊട്ട് മുമ്പുള്ളത് അലിഫ് നീട്ടാനുള്ള അക്ഷരം വന്നാൽ അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? പിന്നെ അവിടെ നീട്ടണം, മധ്യ ആരിൽ വരും എന്ന് പറഞ്ഞു. യാ ലൈത്ത്, അവിടെ നിർത്തുകയാണെങ്കിൽ ഇങ്ങനെ യാ ലൈത്ത്, മധ്യ ലീന് വരുന്നുണ്ട്. ലാസ്റ്റത്തെ അക്ഷരത്തിന് സുക്കൂൻ വന്നു, നിർത്തിയപ്പോൾ സുക്കൂൻ വന്നു, വഖഫ് ചെയ്തപ്പോൾ സുക്കൂന് വന്നു. തൊട്ട് മുമ്പുള്ളത് യാന് അല്ലെങ്കിൽ വാവിന്, യാഇനോ വാവിനോ സുക്കൂൻ ഉണ്ടെങ്കിൽ, അസ്ലിയായ ഒറിജിനലായിട്ട് അവിടെ സുക്കൂന് കാണുന്നുണ്ടെങ്കിൽ, നീട്ടാനുള്ള യാ അല്ല, സാധാരണ യാന് അല്ലെങ്കിൽ വാവിന് സുക്കൂൻ ഉണ്ടെങ്കിൽ അവിടെ മദ് ലീന് വരും അല്ലേ? എങ്ങനെ വരിക? യാ ലൈത ഖൗമി യഅലമൂൻ, മദ് ആരിദ്. ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി. അവിടെ നിർത്താനെങ്കിൽ മിം ബഅദി ദി അല്ലേ, ഹാവിന് സുക്കൂൻ കൊടുത്തിട്ട് ആ എന്ത് ചെയ്യുക? ദിഹ് എന്ന് പറയാതെ ദി. മിം ബഅദി, സുക്കൂണുള്ള മീമിൻ്റെ ശേഷം ബാ വന്നു, അപ്പോൾ എന്ത് ചെയ്യണം? ഇഖ്ലാബ്, മീമിനെ നൂനിനെ മറിച്ച് മീമാക്കണം. മിൻ എന്നുള്ളത് മിം എന്നാക്കുക. മിം ബഅദി വമാ അൻസൽന, അവിടെ എന്താ? മദ് പിന്നെ മുൻഫസിലാണ്. മിൻ ബഅദിഹി മിൻ ജുന്ദിൻ മിനസ് സമാ അല്ലേ? അവിടെ എന്താണ്? മദ് പിന്നെ മുത്തസിലാണ്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നത് അതേ വാക്കിലാണ്, അപ്പോൾ മദ് മുത്തസിലാണ്. വമാ കുന്നാ മുൻസിലീൻ, മദ് കണ്ടാൽ പിന്നെ എന്ത് ചെയ്യണം? അവിടെ നീട്ടണം എന്ന് പറഞ്ഞു. പിന്നെ അവിടെ എന്ത് ചെയ്യേണ്ട? സാധാരണ നീട്ടുന്നതിലേറെ കുറച്ചും കൂടി കൂടുതലായിട്ട് നീട്ടുക. ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദ. അല്ല, സുക്കൂനുള്ള നൂനേശം കാഫ് വന്നു, അപ്പം എന്ത് ചെയ്യണം? ഇഖ്ഫ ചെയ്യണം. കാനത് താഇന് സുക്കൂൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ചെറിയ ഒരു നിലക്ക് എന്ത് ചെയ്യണം? പിന്നെ സുക്കൂനാകുമ്പോൾ പ്രത്യേകമായിട്ട് ഒരു പിന്നെ ചെറിയ ഒരു നിലക്ക് ഒരു കാറ്റ് വരും. ഇൻ കാനത് ഇല്ല, കാനച്ച് എന്ന് പറയത് അങ്ങനല്ല, ആ ഒരു കോലത്തിൽ പറയത്. പിന്നെ ഇൻ കാനത് ഇല്ല സ്വൈഹതൻ വാഹിദതൻ ഫഇദാ ഹും ഖാമിദൂൻ. സ്വൈഹത്തൻ എന്നുള്ളിടത്ത് എന്തുണ്ട്? തൻവീന് ശേഷം വാവാണ്, അപ്പം എന്ത് ചെയ്യണം? ഇദ്ഗാമും ബിഗുന്ന വരും അല്ലേ? വാഹിദതൻ അവിടെ ഇഖ്ഫ വരുന്നുണ്ട്. ഫഇദാ ഹും ഖാമിദൂൻ, ആ ഹും അല്ലേ? പിന്നെ സുക്കൂണുള്ള മീമിൻ്റെ ശേഷം മീമും ബാവും അല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാൽ മീമിനെ വ്യക്തമായിട്ട് എന്ന് പറയണം. അപ്പം എന്ത് ചെയ്യണം? ഫഇദാ ഹും ഇദ്ഹാർ ചെയ്തുകൊണ്ട് പറയണം. യാ ഹസ്റതൻ അലൽ ഇബാദ്. അവിടെ മദ് ആരിൽ വന്നു, അതിന് മുമ്പ് ഇദ്ഹാർ വന്നു, തൻവീൻ്റെ ശേഷം ഐന് വന്നു അല്ലേ? മാ യഅ്തീഹിം, അവിടെ എന്ത് ചെയ്യണം? സുക്കൂണുള്ള മീമിന് ശേഷം മീമ് വന്നപ്പോൾ എന്ത് ചെയ്തു? ആ മീം ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടി യോജിപ്പിച്ചു മണിക്കുക. മാ യഅ്തീഹിം മിർ റസൂലിൻ ഇല്ല, അവിടെ എന്ത് ചെയ്യണം? ഇദ്ഹാർ ചെയ്യണം. ഇല്ല കാനൂ ബിഹി യസ്തഹ്സിഊൻ, മദ് ആരിൽ വരുന്നുണ്ട്, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. وما لي لا أعبد الذي فطرني وإليه ترجعون.
أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون